നമുക്കിന്ന് ചേമ്പ്, നല്ല ചേമ്പാണ്. നല്ല ചേമ്പ് കിട്ടിയപ്പോൾ അതെടുത്ത് പുഴുങ്ങിയെടുത്തേക്കാണ്. ഉപ്പും ആവശ്യമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തു. ഇത് ഉപ്പ് മാത്രം ഇട്ട് പുഴുങ്ങിയെടുത്ത ചേമ്പാണ്. ഒരു 2 കഷ്ണം ചേമ്പായിരുന്നു അത്. നല്ല വലിയ ചേമ്പായിരുന്നു. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത്. അപ്പോൾ ഇതിനി ഉള്ളിച്ചമ്മന്തി, അതായത് ഉള്ളി, പുളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് ചതച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകാണ് എടുത്തേക്കുന്നത്, കാന്താരി ഇല്ല. കാന്താരി ഇട്ടാൽ സൂപ്പറായിരിക്കും. പിന്നെ ചെറിയ ഉള്ളി ആണ് എടുത്തേക്കുന്നത്. അത് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഈ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിക്ക് പകരം ചുവന്ന മുളകും ഉപയോഗിക്കാവുന്നതാണ്. അതും വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. പലർക്കും പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉള്ളിച്ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല നാടൻ ചേമ്പും സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. ഓക്കെ, താങ്ക് യു.